നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃപ്രയാറിലെ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 9,500 രൂപയും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. ഇവരുടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇവർ ലഹരിമരുന്ന് കൈമാറിയിരുന്നത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, വാടനപ്പള്ളി ISHO മാത്യു, വലപ്പാട് SI എബിൻ, ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, ഷൈൻ, ASI ലിജു ഇയാനി, SCPO ബിജു, CPOമാരായ നിഷാന്ത്, സുർജിത് സാഗർ, വലപ്പാട് സ്റ്റേഷനിലെ SI ഉണ്ണി, സിയാദ്, സൈനുദ്ദീൻ, CPO ഷാലീന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാർച്ച് 26 വരെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില എത്താം. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ധാരാളം വെള്ളം കുടിക്കണം. കട്ടികുറഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രഭാത സവാരിക്കൊപ്പം വോട്ടഭ്യർത്ഥനയുമായി പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. വേറിട്ട പ്രചാരണം വോട്ടർമാരും ആസ്വദിക്കുന്നുണ്ട്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ ആമ്പല്ലൂർ മുതൽ മണ്ണമ്പേട്ട വരെ നടന്ന പര്യടനത്തിൽ നിരവധി നാട്ടുകാരും സ്ഥാനാർത്ഥിക്കൊപ്പം ചേർന്നു. തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും വോട്ടർമാരെ നേരിൽ കാണാൻ പുത്തൻ വഴികൾ തേടുകയാണ് പുതുക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. അളഗപ്പ് നഗർ പഞ്ചായത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ വേറിട്ട പ്രഭാത സവാരി. ആമ്പല്ലൂരിൽ നിന്നാരംഭിച്ച് മണ്ണമ്പേട്ട വരെ നീണ്ട നടത്തത്തിൽ വഴിനീളെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. യാത്രക്കാരോടും പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരോടും കുശലാന്വേഷണം നടത്തിയും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുമായിരുന്നു പര്യടനം. പ്രചാരണ പരിപാടിയിൽ LDF നേതാക്കളായ VS പ്രിൻസ്, സോജൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സജ്ന ഷിബു, സാഹിത്യ ജിതേഷ്, K. വിജീഷ് കുമാർ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വരും ദിവസങ്ങളിലും സജീവമായ പ്രചാരണ പരിപാടികളാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തോക്കുകൾ പോലീസിൽ സറണ്ടർ ചെയ്തതോടെ അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ സർക്കാർ നിയോഗിച്ച ഷൂട്ടർമാർക്ക് തോക്കില്ലാത്ത സാഹചര്യമായതിനാൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലും പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം മേഖലകളിലുമാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. വാഴകൾ ഓരോ ദിവസവും 10ഉം 20ഉം എണ്ണമാണ് കാട്ടുപന്നികൾ കുത്തിമറിക്കുന്നത്. കൃഷി സംരക്ഷിക്കാൻ ഷൂട്ടർമാരെ വിളിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വിവരം കർഷകർ അറിയുന്നത്. പഞ്ചായത്ത് തലത്തിൽ അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആയുധമില്ലാത്തതിനാൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് തോക്കുകൾ തിരികെ ലഭിക്കുമ്പോഴേക്കും തങ്ങളുടെ കൃഷിയിടത്തിൽ
ഒരു വാഴ പോലും ബാക്കിയുണ്ടാവില്ലെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. എൻ്റെ പേര് സിജോ അമ്പൂക്കൻ. ഞാൻ 2-ാം വാർഡിലും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് 3-ാം വാർഡിൽ കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാട്ടുപന്നികളുടെ അതിക്രമമാണ്. ഇപ്പോൾ ദിനം പ്രതി ഒരു 10-20 വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൽ പരാതി പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ തോക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് പിടിച്ചു വച്ചിരിക്കുകയാണ്, ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഷൂട്ടർമാരെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇതേപോലെ 10-20 വാഴ വെച്ച് ദിവസേന നശിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഴകളെല്ലാം കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്തിറക്കിയ കൃഷി കൺമുന്നിൽ നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടുത്തെ കർഷകർ. കാട്ടുപന്നികൾ പെറ്റുപെരുകി കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഷൂട്ടർമാർക്ക് തോക്കുകൾ തിരികെ നൽകാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നമസ്കാരമുണ്ട്. പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം, പാടശേഖര മേഖലയിൽ ഉള്ള കൃഷിക്കാരാണ് ഞങ്ങൾ. വ്യാപകമായിട്ടുള്ള പന്നി ശല്യമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ, ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ കേരള അസംബ്ലിയിലേക്കുള്ള MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ വരുന്നു. ഈ പ്രക്രിയയിലൂടെ അധികാരപ്പെടുത്തിയിട്ടുള്ള കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ ഗണ്ണുകൾ ഗവൺമെൻറ് അധികാരികൾ സറണ്ടർ ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് ഈ മേഖലയിലുള്ള കൃഷിക്കാർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായി. ഈ ഷൂട്ടർമാർ ഈ തോക്കുകൊണ്ട് പന്നികളെ മാത്രമേ വെടിവെക്കുന്നുള്ളൂ, വേറെ അക്രമകരമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. കൃഷിക്കാരുടെ എല്ലാ കാർഷിക വിളകളെയും കാട്ടുപന്നികൾ പെറ്റുപെരുകി നശിപ്പിക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൃഷിക്കാർ ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ കൃഷിക്കാരുടെ വളരെ ആവേശത്തോടു കൂടി, വളരെ ജിജ്ഞാസയോടു കൂടി ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തുകയാണ്. അതിനുള്ള അധികാരികൾ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപകമായ പന്നിശല്യം പറഞ്ഞ മാതിരി തന്നെ എല്ലാ സമയത്തും ഇത് എന്നുള്ള കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് നാശത്തിൽ നിന്ന് കർഷകർക്ക് ഇത് വലിയൊരു സറണ്ടർ ചെയ്ത് തോക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ചെയ്തു തരണം. ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നാൽ വ്യാപകമായ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി സറണ്ടർ ചെയ്ത അംഗീകൃത ഷൂട്ടർമാരുടെ മുഴുവൻ തോക്കുടമകൾക്കും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്ന് കർഷക ഭാരവാഹികളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് പുതുക്കാട്, അളഗപ്പനഗർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ KK രാമചന്ദ്രൻ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാർക്ക് നിയമപരമായി കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അനുമതി കൊടുക്കുന്നതിന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,865 രൂപയും പവന് 1,02,920 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട വട്ടനാത്ര റോഡിൽ
ചിറ്റിലപ്പിള്ളി പൊഴോലിപ്പറമ്പിൽ അന്തോണിയുടെ മകൻ ഫ്രാൻസിസ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് മണ്ണംപേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. ടെസ്സിയാണ് ഭാര്യ. മക്കൾ സനൽ, ഫെബിൻ. അളഗപ്പ നഗർ കാനൂർ പഴമ്പിള്ളി നാരായണിയമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാലകൃഷ്ണൻ നായരാണ് ഭർത്താവ്. ആമ്പല്ലൂർ ചിറ്റാങ്ങര അശോകൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷൈലയാണ് ഭാര്യ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.